ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ മാത്സിക്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നവര് ദയവായി ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ന്യൂ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു ആർ സൈൻ എ കോസ് ടി, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ എ സൈൻ സി ആൻഡ് സെഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് എ, prove that r square is equal to s square plus y square plus z square. ഇതിൽ നമുക്ക് എക്സും വൈയും ഇസഡും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആർ എച്ച് എസ് എടുക്കാം. ആർ എച്ച് എസ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. അതായത് ഇതിന്റെ ആർ എച്ച് എസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഇതിൽ നമുക്ക് എക്സ് എന്താണെന്ന് എക്സ് ഈസ് ഈക്വൽ ടു ആർ സൈൻ എ കോസ് സി. അപ്പം എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താവും? ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ കോസ് സ്ക്വയർ സി. മനസ്സിലായല്ലോ. ഇനി വൈ സ്ക്വയർ, വൈ എന്താണ്? ആർ സൈൻ എ സൈൻ സി പ്ലസ് വൈ എന്താണ്? ആർ വൈ സ്ക്വയർ എന്താവും? അപ്പം ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ സൈൻ സ്ക്വയർ സി. ഓക്കെ. ഇനി വരുന്നത് ഇസഡ് സ്ക്വയർ. ഇസഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും? ആർ കോസ് എ. അപ്പൊ ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ കോസ് സ്ക്വയർ എ. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് എസ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ ആർ സൈൻ എ കോസ് എ ആകുമ്പോൾ എസ് സ്ക്വയർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ സി. മറ്റേത് വൈ എന്ന് പറയുന്നത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ സൈൻ സ്ക്വയർ സി. ഇസഡ് എന്ന് പറയുന്ന ആർ കോസ് എ, അപ്പൊ ആർ സ്ക്വയർ കോസ് സ്ക്വയർ. ഇനി നമുക്ക് നോക്കാം. ഇതിനകത്ത് ആർ സ്ക്വയർ ഉണ്ട് കോമൺ, സൈൻ സ്ക്വയർ എയും ഉണ്ട്, ആർ സ്ക്വയർ സൈൻ സ്ക്വയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അത് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ. നമുക്ക് ബ്രാക്കറ്റിൽ വരുന്നത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ പോയി കഴിഞ്ഞാൽ എന്താ? കോസ് സ്ക്വയർ സി. കോസ് സ്ക്വയർ സി പ്ലസ് ഇവിടെ എന്താണ്? സൈൻ സ്ക്വയർ സി. സൈൻ സ്ക്വയർ സി പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ. നമുക്ക് ഇതിനകത്ത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഇവിടെയുണ്ട് കോമൺ ആയിട്ട്. അപ്പൊ നമുക്ക് ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ആർ സ്ക്വയർ സൈൻ സ്ക്വയറെ നമുക്ക് ബ്രാക്കറ്റിന് വെളിയിലേക്ക് എടുക്കാം. പിന്നെ നമുക്ക് അകത്ത് വരുന്നത് കോസ് സ്ക്വയർ സി സൈൻ സ്ക്വയർ സി. അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്ലസ് ബാക്കിയുള്ളത് ആർ സ്ക്വയർ കോസ് സ്ക്വയർ. അത് അതുപോലെ തന്നെ നിർത്തി. നമുക്ക് വീണ്ടും എഴുതാം ആർ സ്ക്വയർ സൈൻ സ്ക്വയർ എ. നമ്മളൊരു ഐഡന്റിറ്റി പഠിച്ചിട്ടുണ്ട്, കോസ് സ്ക്വയർ സി പ്ലസ് സൈൻ സ്ക്വയർ സി. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കോസ് സ്ക്വയർ സി പ്ലസ് സൈൻ സ്ക്വയർ സി ഈസ് ഈക്വൽ ടു 1 പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ എ. മനസ്സിലായോ? നമുക്ക് ഈ ആർ സ്ക്വയർ എന്നുള്ളത് ഇവിടെയും ഉണ്ട് ആർ സ്ക്വയർ കോമൺ, ഇവിടെയുണ്ട് ആർ സ്ക്വയർ കോമൺ. അപ്പൊ നമ്മൾ ആർ സ്ക്വയർ വെളിയിലേക്ക് വീണ്ടും എടുക്കുന്നു. ബാക്കി ബ്രാക്കറ്റിനകത്ത് എന്ത് വരും? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എത്രയാണ്? 1. ആർ സ്ക്വയർ ഇൻറ്റു 1 എത്രയാണ്? ആർ സ്ക്വയർ. അപ്പൊ അത് തന്നെയല്ലേ നമുക്ക് ആർ സ്ക്വയർ അല്ലേ നമ്മൾ പ്രൂവ് ചെയ്യാൻ പറയുന്ന? ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ കിട്ടിയിരിക്കുന്നത് നമുക്ക്. അപ്പം എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ് അല്ലേ? ഓക്കെ അല്ലേ? ഒന്നുമില്ല, ഇതിനകത്ത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതായിട്ട് നമുക്ക് തോന്നിക്കുമെങ്കിലും നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ട്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. നമുക്ക് എക്സ് എന്താണെന്നും വൈ എന്താണെന്നും ഇസഡ് എന്താണെന്നും അവർ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ റൈറ്റ് സൈഡ് എടുത്ത് പ്രൂവ് ചെയ്യുവാണെങ്കിൽ എക്സിന്റെയും വൈയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അതായത് ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എല്ലാത്തിന്റെയും സ്ക്വയർ എടുക്കണം. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ള എല്ലാം തന്നെ എടുക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ എല്ലാം നോക്കുവാണെങ്കിൽ ഇവിടെ ആർ സ്ക്വയറും സൈൻ സ്ക്വയറും ഈ രണ്ട് സ്ഥലത്തും കോമൺ ആയിട്ടുണ്ട്. അപ്പൊ അത് മാത്രം നമുക്ക്
എടുത്തു നോക്കാം. ആർ സ്ക്വയറും സൈൻ സ്ക്വയർ എയും എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കോസ് സ്ക്വയർ സി പ്ലസ് സൈൻ സ്ക്വയർ ഇവിടെ കോസ് സ്ക്വയർ സി പ്ലസ് സൈൻ സ്ക്വയർ സി കിട്ടും. സൈൻ സ്ക്വയർ സി കിട്ടും. അതായത് നമ്മൾ ഒന്ന് മൾട്ടിപ്ലൈ നോക്കി ആർ സ്ക്വയർ സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ സി അത് തന്നെയല്ലേ ഇവിടെ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ സി അത് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പൊ പ്ലസ് പിന്നെന്താണ് ബാക്കിയുള്ളത് ആർ സ്ക്വയർ കോസ് സ്ക്വയർ. അപ്പൊ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ സി പ്ലസ് സൈൻ സ്ക്വയർ സി നമുക്കറിയാം. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് 1 ആണ്. അപ്പൊ ഇതും എന്താവും 1 ആയിത്തീരും. പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ ഇവിടെ നമ്മൾ നോക്കിക്കേ ഈ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തന്നെയാണ്. ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഇവിടെ ആർ സ്ക്വയർ കോസ് സ്ക്വയർ. അപ്പൊ എന്താണ് ആർ സ്ക്വയർ നമുക്ക് കോമൺ ആയിട്ടുണ്ട്. ആർ സ്ക്വയർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്രാക്കറ്റിനകത്ത് വരുന്ന സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ അതായത് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ കോസ് സ്ക്വയർ. ഓക്കെ, പിന്നെ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ ആർ സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ. therefore ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ അതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. ഹെൻസ് LHS ഈസ് ഈക്വൽ ടു RHS. ഹെൻസ് പ്രൂവ്ഡ്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുവാണെങ്കിൽ ഇത് ഈസിയാണ്. അത് തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ആൻസറും ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.